ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് ഈ മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ അതിങ്ങനെ കീപ്പ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കിഡ്നിക്കിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ഞരമ്പുകളെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനകത്ത് എന്ത് കഴിക്കണം എന്ന് പേഷ്യൻസ് ഒക്കെ നമ്മളടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. കാരണം അവർ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ബ്രെഡ് വാങ്ങിയിട്ട് കഴിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു നേരത്ത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ മില്ലറ്റ്സ് നിങ്ങളെല്ലാവരും കഴിക്കേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്, പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസ്, ഓവർ വെയിറ്റ് ഉള്ള ആളുകളൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എക്സസൈസ് നിർബന്ധമാണ്. അത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ, ഒരു എക്സസൈസ് നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് പ്രമേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡിൽ കൺട്രോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനകത്ത് എന്ത് കഴിക്കണം എന്ന് പേഷ്യൻസ് ഒക്കെ നമ്മളടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. കാരണം അവർ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ബ്രെഡ് വാങ്ങിയിട്ട് കഴിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു നേരത്ത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് ഈ മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ അതിങ്ങനെ കീപ്പ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കിഡ്നിക്കിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ഞരമ്പുകളെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കൺട്രോൾ തന്നെ ചെയ്യണം. ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പലർക്കും ഈ ചോറ് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും ഒരു ഫുഡിലോട്ട് മാറുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെയാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗർ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആവുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ കോശങ്ങൾക്ക് വേണ്ടത്ര എനർജി കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ക്രേവിങ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അരിയാഹാരമൊക്കെ കഴിയുന്ന സമയത്ത് അത് കൂടുതലായിട്ട് കഴിക്കാനുള്ളൊരു ടെൻഡൻസി പലർക്കും ഉണ്ടാവും. അപ്പം അത്തരം ആളുകൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, നമ്മളെ ഷുഗർ കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേണ്ടത്ര വേണ്ട മിനറൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഫുഡ് ഐറ്റമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫുഡ് ഐറ്റം നിങ്ങൾ കഴിക്കുന്നത് ഏതെങ്കിലും ഒരു നേരം ഒരു ദിവസം മാത്രം എടുത്താൽ മതി. നമ്മൾ എല്ലാ നേരവും അല്ലെങ്കിൽ 3 നേരം ഇത് മാത്രം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്നില്ല. എന്നാൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് എന്ത് പറ്റും, ഇത് കഴിക്കാൻ സാധിക്കും. അപ്പോൾ മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മില്ലറ്റ്സ് വാങ്ങി കഴിക്കുന്നുണ്ട്. അതിപ്പം ഡയബറ്റീസ് ഉള്ള ആളുകൾ മാത്രമല്ല, കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ വെയിറ്റ് കൂടിയ ആളുകളാണെങ്കിലൊക്കെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മില്ലറ്റ്സ് നന്നായിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം നമുക്ക് എല്ലാ കടകളിലും കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാലും നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഈ മില്ലറ്റ്സ്. അപ്പം മില്ലറ്റ്സ് കൊണ്ടാണെങ്കിലും നമുക്ക് ഈ പറയുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് ദോശ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് മറ്റു രീതിയിൽ ഫോമിലാക്കിയിട്ട് അത് കഴിക്കാം, കഞ്ഞിയാക്കിയിട്ട് നമുക്കത് കഴിക്കാം, അല്ലെങ്കിൽ ഇത് പൊടിച്ചിട്ടൊരു പുട്ട് പോലെ നമുക്കത് കഴിക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് എന്ത് ചെയ്യാൻ മതി, കോക്കനട്ട് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നമുക്കതൊരു ഫുൾനെസ്സും കൂടിയാണ് തരുന്നത്. അപ്പോൾ മില്ലറ്റ്സ് നിങ്ങളെല്ലാവരും കഴിക്കേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്, പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസ്, ഓവർ വെയിറ്റ് ഉള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു നേരത്ത് മാത്രം കഴിച്ചാൽ മതി. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെയും ഉച്ചയ്ക്കും ഇപ്പം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അളവ് കുറച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഡയബറ്റീസ് പേഷ്യൻസിനോട് പറയുന്നത് എന്താണ്, നിങ്ങളൊരു 6 നേരമായിട്ട് ഫുഡ് കഴിക്കുക. ഒരുമിച്ച് കുറേ കഴിക്കുന്നതിന് പകരം ഒരു 6 നേരമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ഒരുപാട് കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ 6 നേരമായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ചളവിലേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, ഒരുപാട് അളവിൽ കഴിക്കരുത്. ഇത് ആണ് നമ്മൾ ഇൻസുലിനെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നിങ്ങളൊരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോഫി ഷുഗർ ഇല്ലാതെ എടുക്കുന്നത് നല്ലതാണ്. അത് കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നോർമൽ അരിയാഹാരമൊക്കെ ആണെങ്കിൽ അളവ് കുറച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻസും സാലഡ്സ്, അതായത് ഫൈബേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നട്ട്സോ കാര്യങ്ങളോ എടുക്കാം. ഒരു ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാം. ബ്രൗൺ റൈസ് അത്രത്തോളം പ്രശ്നങ്ങളില്ല. നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാം. ബ്രൗൺ റൈസ് എടുക്കുക, അതിൻ്റെ കൂടെ കുറേ കറി എടുക്കുക,
കറി നല്ല രീതിയിലെടുക്കുക, തോരൻ നല്ല രീതിയിലെടുക്കുക, മാംസം എടുക്കുക. മാംസമൊക്കെ ഏറ്റവും നല്ലത് നിങ്ങൾ സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രൈ ചെയ്ത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യാൻ അധികം വേണ്ട. കുറച്ച് ഓയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്കത് കഴിക്കാം. പിന്നെ സാലഡ്സ് നമുക്ക് അതിൻ്റെ കൂടെ എടുക്കാം. പിന്നെ ഉപ്പേരികൾ ഏത് ഉപ്പേരിയാണെങ്കിലും നമുക്കത് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുക്കാം. എല്ലാം ഈ എണ്ണയിലിട്ടിട്ട് വേവിച്ചെടുക്കണം നിർബന്ധമില്ല. സ്റ്റീം ചെയ്യാം. ചിലതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് കഴിക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ നിങ്ങൾക്ക് ആക്കാം പുറത്തെടുത്തതിന് ശേഷം. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയില്ല. അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അധികം മധുരമുള്ള ഫ്രൂട്ട്സുകൾ എടുക്കണ്ട എന്നുള്ളതാണ്. പിന്നെ ഈവനിങ് ഒരു ചായക്കൊക്കെ കൂടുതൽ നമ്മളെല്ലാവരും എണ്ണക്കടികൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന മധുരം ഐറ്റംസുകളൊക്കെയാണ് കഴിക്കുന്നത്. അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മാക്സിമം കടികളൊന്നും ഈവനിങ് ടീക്ക് എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ കുറച്ച് രാവിലെ 5 ബദാം ആണെങ്കിൽ വൈകുന്നേരം ഒരു 5 കൂടി നമുക്ക് കഴിക്കാം. വലിയ പ്രശ്നമില്ല. വാൾനട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കഴിക്കുക. അല്ലെങ്കിൽ പീനട്ട് ആണെങ്കിൽ ചെറിയൊരു പിടി പീനട്ട് മാത്രം കഴിക്കുക. ഒരുപാട് അളവിൽ വേണ്ട. അത് ശ്രദ്ധിക്കും. പിന്നെ എല്ലാ ദിവസവും ഒരു സാധനം തന്നെ വേണ്ട. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫിഗ് ആണെങ്കിൽ 2 ഫിഗ് കഴിക്കാം. ഡേറ്റ്സ് ആണെങ്കിൽ 2 ഡേറ്റ്സ് കഴിക്കാം. ഒരു 1 2 ഒരു മീഡിയം സൈസിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് കഴിക്കാം. വൈകുന്നേരം നമുക്ക് അതെടുക്കാം. പിന്നെ രാത്രിയാണ് ഞാൻ ഈ പറഞ്ഞ മില്ലറ്റ്സ് കുറച്ചും കൂടി ബെറ്റർ. കാരണം മില്ലറ്റ്സ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, രാത്രി മില്ലറ്റ്സും കഴിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങിയാൽ മതി. ഇപ്പം മില്ലറ്റ്സ് കഴിച്ച പാടെ പോയി കിടക്കാനല്ല പറയുന്നത്. മില്ലറ്റ്സ് കഞ്ഞിയായിട്ടോ ദോശയായിട്ടോ പുട്ടായിട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക. എന്തായാലും നമ്മളൊരു 2 അവർ മുൻപേ, ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപേ മില്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. അത് കഴിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങും. അപ്പം നമുക്ക് രാത്രി എന്താണെങ്കിലും റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് വിശപ്പും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടും വരില്ല. ഇത് നല്ല ലൈറ്റ് ഫുഡുമാണ്. വേണ്ടത്ര നമുക്ക് ന്യൂട്രീഷനൊക്കെ കിട്ടുന്നുമുണ്ട്. ഒരു നേരം മാത്രമേ നമ്മളിത് കഴിക്കുന്നുള്ളൂ. പിന്നെ എല്ലാ ദിവസവും കഞ്ഞിയായിട്ട് തന്നെ വെക്കേണ്ട. കഞ്ഞിയാണെങ്കിൽ നമുക്ക് ചെറുപയറും കൂടി ആഡ് ചെയ്യാം. അങ്ങനൊരു ഗുണമുണ്ട്. കുറച്ച് പ്രോട്ടീൻ കൂടി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം വേറെ ദോശയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ ഫിഷ് കറിയോ അങ്ങനെ നമുക്ക് കഴിക്കാം. അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കഴിക്കാം. പിന്നെ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എക്സസൈസ് നിർബന്ധമാണ്. അത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒരു എക്സസൈസ് നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്യുക. അപ്പം മില്ലറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് തിന വരുന്നുണ്ട്, ചാമ വരുന്നുണ്ട്, കുതിരവാലി വരുന്നുണ്ട്, റാഗി, വീറ്റ് ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്ക് പല ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇത് കഴിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. നിങ്ങളുടെ ഡയബറ്റീസിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റിലൊക്കെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം ഇതാണ് മില്ലറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.